നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ചർച്ചയ്ക്കുള്ളത് സോണി കല്ലറക്കലാണ്. ഞങ്ങളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രാഷ്ട്രീയം മതിയാക്കി വീട്ടിൽ പോയിരിക്കണം എന്ന് ജനങ്ങൾ പറയുന്ന ഒരു 3 നേതാക്കന്മാരെ പറ്റിയാണ്. അപ്പോൾ അവരാരൊക്കെയാണ് എന്നാണ് സോണി പറയുന്നത്? 3 അല്ല 4 നേതാക്കന്മാരെ പറ്റിയാണ് പറയുന്നത്. അതെയോ? അതെ, തീർച്ചയായിട്ടും. അതിലൊന്ന് ഈ സുരേഷ് ഗോപി തന്നെയാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ബ്രിട്ടാസ് ആണ്. മൂന്നാമത്തെ ആള് വീണ ജോർജ് ആണ്. നാലാമത് മറ്റുള്ളവരെന്ത് പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും എൻ്റെ പൊതു വിലയിരുത്തൽ ശശി തരൂർ കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം വീണ ജോർജിനെ തന്നെ നമുക്ക് ആദ്യം എടുക്കാം. വീണ ജോർജിനെ എങ്ങനെയാണ് വീണ ജോർജ് ഈ രാഷ്ട്രീയ മതിയാക്കി വീട്ടിൽ പോയിരിക്കണം എന്നൊക്കെ പറയുന്നത്? പൊളിറ്റ് ബ്യൂറോയുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്ന് പ്രത്യേക ക്ഷണിതായിട്ടുണ്ടിരിക്കുന്ന ആളാണ്. അവരൊക്കെ രാഷ്ട്രീയ മതിയാക്കി പോകുമോ? ഇനിയിപ്പോൾ പൊളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തിയാൽ പോലും ദേശീയ പൊളിറ്റ് ബ്യൂറോയിലൊക്കെ എത്തിയാൽ പോലും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അതുപോലെ ഉള്ള വളർച്ചയുടെ പുറകിൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ജനപ്രതിനിധികളാകാൻ യോഗ്യതയല്ലാത്ത 4 വ്യക്തികളെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, കഴിഞ്ഞ കോവിഡ് കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറായിരുന്നു. ടീച്ചറിനൊക്കെ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് പാർട്ടിയിൽ. അതിൻ്റെ ആ മഹത്വം പ്രവർത്തനത്തിൽ കാണാനുമുണ്ട്. കോവിഡ് രോഗികളൊക്കെ ആളുകളെ കാണാൻ അവർ പോകുന്നത് മന്ത്രിയായിട്ടിരിക്കുമ്പോഴൊക്കെ ആരും അറിയാതെ തന്നെ അവർ സമീപിക്കുന്നൊരു കാഴ്ചപ്പാടും ഒക്കെ നമ്മൾ കണ്ടതാണ് ശൈലജ ടീച്ചറുമായിട്ട്. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുമ്പോൾ, വീണ ജോർജുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ശൈലജ ടീച്ചറിൻ്റെ 7 ഇടത്ത് വരാനുള്ള യോഗ്യത വീണ ജോർജിനുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോയി. ഇപ്പോൾ തന്നെ ഇപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ ഒക്കെ സമരം നമുക്കറിയാം. എത്രയോ സാധുക്കളായ വീട്ടമ്മമാരാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കടന്ന് ഓരോ ദിവസവും വലിയ വാവിട്ട് കരയുന്നത് ഓണറേറിയത്തിനും വേണ്ടിയൊക്കെ. ഏറ്റവും അധികം ചീത്ത കേൾക്കുന്നത് വീണ ജോർജിന് തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവരെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവരിലപ്പോൾ ഒരാളായി നിൽക്കാനോ ഉള്ള ഒരു മനസ്ഥിതി വീണ ജോർജിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ ശൈലജ ടീച്ചറിനൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് പാർട്ടി പ്രവർത്തനത്തിലൊക്കെ. അത് അവർ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലുകളൊക്കെ അവർ ഓടിച്ചെന്ന് സന്ദർശിക്കുക, അവർ രോഗികളോടൊപ്പം കാണുക. അങ്ങനെയാണ് അവർക്ക് അന്നത്തെ കാലത്ത് ഏറ്റവും അധികം ജനപ്രീതി പിടിച്ചു പറ്റാൻ സാധിച്ചത്. അത്രയൊന്നും ആകാൻ വീണ ജോർജിന് പറ്റുന്നില്ല. കാരണം വീണ ജോർജിന് അടിസ്ഥാനപരമായി പാർട്ടി പ്രവർത്തനത്തിൽ വേണ്ട പാരമ്പര്യമൊന്നുമില്ല. അതാണ് വീണ ജോർജിന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ട് ഞാൻ പറയുന്നു, വീണ ജോർജിന് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ളതല്ല, അവർക്ക് മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ശൈലജ ടീച്ചറിന്റെ കാര്യം വരുമ്പോൾ ശൈലജ ടീച്ചർ പൊളിറ്റ് ബ്യൂറോയിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശൈലജ ടീച്ചർ പൊളിറ്റ് ബ്യൂറോയിലേക്ക് പോകുന്നില്ല. ലളിത ജീവിതം നയിക്കുന്ന ഒരാളെന്നായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ച്, നമ്മുടെ ശൈലജ ടീച്ചറിനെ കുറിച്ച് ജനങ്ങൾ പറഞ്ഞു വന്നത്. കാരണം പോലീസും കാവലും ഒന്നുമില്ല, പുള്ളിക്കാരി തന്നെ അങ്ങനെ ആ വണ്ടി പോകും. പക്ഷേ നേരെ തിരിച്ചാണ് പിന്നീട് വന്ന ആരോഗ്യമന്ത്രി ഉള്ളത്. പോലീസ് വേണം, മുന്നിലും പുറകിലും ഒക്കെ പോലീസ് വേണം, ആരെങ്കിലുമൊക്കെ തട്ടിക്കളയുമോ എന്ന് ഒരു ഭയപ്പാടോടെ എന്തിനാണ് സഞ്ചരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അത്രയും ഭയപ്പാടോടുകൂടിയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇതൊക്കെയാണ് ഉയർത്തി കാണിക്കുന്നെങ്കിൽ അങ്ങനെ പോകാം. പക്ഷേ അവരുടെ പ്രവർത്തനങ്ങളെ അങ്ങനെ മോശമായിട്ട് പറയാൻ കഴിയുമോ? കുറച്ച് വലിയ ഹോസ്പിറ്റലൊക്കെ വലിയ നിലവാരത്തിലേക്ക് ഉയരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞ ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത്. അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നെന്ന് ഇവർ രണ്ടുപേരും പറയുകയാണെങ്കിൽ, കെ ശൈലജ ടീച്ചർ പറയുന്നു, വീണ ജോർജും പറയുന്നെങ്കിൽ ശൈലജ ടീച്ചർ പോകാനായിട്ട് ജനം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നിലനിൽക്കണമെന്ന് ശൈലജ ടീച്ചർ രാഷ്ട്രീയത്തിൽ തന്നെ നിലനിൽക്കണമെന്നും ജനസേവനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പൊതുവായിട്ടുള്ള ജനങ്ങൾ. രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരും ഉണ്ടാവും. പക്ഷെ വീണ ജോർജ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 60% പേരും കൈയടിച്ച് സ്വാഗതം ചെയ്യത്തേ ഉള്ളൂ. അതാണ് ഇവരുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി വിലയിരുത്തുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. കാരണം വേറൊന്നുമല്ല, അടിസ്ഥാനപരമായി താഴേക്ക് ഇടയിൽ ഇറങ്ങി ചെന്ന് പ്രവർത്തിച്ച് വളരണം, എങ്കിലേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമാകാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോളിറ്റ് ബ്യൂറോയിലോ ഏതെങ്കിലും സ്ഥാനത്തോ ഇരിക്കുന്നതിലല്ല. ഈ സ്ഥാനമില്ലേലും അവരെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. അതാണ് ആ സ്ഥാനത്തിൻ്റെ മഹത്വം. ഇനിയിപ്പോൾ അടുത്ത ആളിലേക്ക് പോകാമെന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അടുത്തത് നമുക്ക് ബ്രിട്ടാസിനെ തന്നെ നോക്കാം. ബ്രിട്ടാസിനെ നിയമസഭയിലൊക്കെ കത്തിക്കേറുന്ന ഒരു നേതാവാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ ഒക്കെ മാരകമായ മർദ്ദനം കൊടുത്തു. അത് കഴിഞ്ഞ് പത്രസമ്മേളനത്തിലൊക്കെ പത്രക്കാർ ഇവരെ തമ്മിൽ അടുപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. ആ ശ്രമത്തിൽ ശരിയായിട്ടും ബ്രിട്ടാസ് എന്ന പത്രപ്രവർത്തകൻ വീഴുന്നതാണ് കണ്ടത്. ബ്രിട്ടാസിന് വീട്ടിൽ പോയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രക്കാർ പറഞ്ഞത്. അത് അതേപടി വിശ്വസിച്ചിട്ട് വളരെ രൂക്ഷമായ മറുപടി തിരിച്ചു കൊടുത്തു. പക്ഷേ പിന്നീട് ബ്രിട്ടാസ് ഒരു പക്ഷേ പരിതപിച്ച് കാണും, അങ്ങനെ വേണ്ടായിരുന്നു, അതങ്ങനെയൊന്നും അല്ലല്ലോ ഇദ്ദേഹം പറഞ്ഞതെന്ന് പിന്നെ മനസ്സിലായി കാണും. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ. പാർലമെന്റിലൊക്കെ നല്ല മുന്നേറ്റം നടത്തുന്ന കേരളത്തിലെ ഒരു എംപിമാരിൽ ഒരാൾ പ്രമുഖനാണ്.
അങ്ങനെയുള്ള ഒരാൾ വീട്ടിൽ പോയിരിക്കണമെന്ന് പറയാൻ പാടുണ്ടോ? കാരണം രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത് ജനങ്ങൾ കൈയടിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, വീട്ടിൽ പോയിരിക്കാൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇപ്പം ബ്രിട്ടാസിനെ എത്ര സാധാരണക്കാർക്ക് അറിയാം എന്നും കൂടെ നമ്മൾ വിലയിരുത്തണം. കാരണം സുധാകരൻ എന്നും രാഷ്ട്രീയത്തിലില്ലെങ്കിലും അദ്ദേഹത്തെ അറിയുന്നുണ്ട് പൊതുജനം. കാരണം സുധാകരൻ്റെ ഒരു പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അത് ഇന്ന നേതാവാന്ന് ആൾക്കാർക്ക് ഉടൻ മനസ്സിലാകും. പക്ഷെ ബ്രിട്ടാസ് അങ്ങനെയല്ല. ബ്രിട്ടാസ് പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയൊക്കെ നോമിനിയായിട്ട് രാജ്യസഭയിൽ എത്തിയ ആളാണ്. സാധാ മാധ്യമപ്രവർത്തകനായിട്ട് ഏഷ്യാനെറ്റിൻ്റെയും കൈരളി ചാനലിൻ്റെയൊക്കെ മേലാളനായിട്ടൊന്ന് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ജനങ്ങളുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. രാജ്യസഭയിലോ പാർലമെന്റിലോ ഒക്കെ കുറച്ച് വാഗ്വാദങ്ങളൊക്കെ നടത്തി എന്ന് പറയുന്നതിലല്ല കാര്യം. ജനങ്ങൾക്ക് എപ്പോഴും സ്വീകാര്യനായിരിക്കണം. ബ്രിട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയനാണ്, അല്ലെങ്കിൽ എപ്പോഴും സാധാരണക്കാർക്ക് ഓടിച്ചെന്ന് സമീപിക്കാൻ പറ്റുന്ന ആളാണെന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ 80% ആൾക്കാർക്കും വിശ്വാസമില്ല. കാരണം ഓടിച്ചെന്ന് സമീപിച്ചാൽ തൻ്റെ കാര്യം നടക്കുമെന്നൊന്നും. ബ്രിട്ടാസ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ മേളിലുള്ള ആൾക്കാർക്ക് അറിയാം അദ്ദേഹം രാജ്യസഭ MP ആണെന്നൊക്കെയുള്ള. അപ്പം അങ്ങനെയുള്ളവരൊന്നും അല്ല രാഷ്ട്രീയത്തിൽ വേണ്ടത്. താഴെത്തട്ടിൽ ഇപ്പോൾ സുധാകരനെ പോലെയോ MA ബേബിയോ പോലെയോ ഒക്കെ ഉള്ളവർ. ഇപ്പോൾ MA ബേബിയുടെ കാര്യം തന്നെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം വളരെ ലളിതമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ അധിഷ്ഠിതമായി നടത്തിയ ഒരു വിഭാഗമായിരുന്നു. അത് തന്നെ വളരെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ബ്രിട്ടാസിന്റെ മോഡൽ കല്യാണം ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു കണ്ടത്. അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പം വലിയ ആർഭാടത്തോടെ തന്നെ ഒരിക്കലും ബ്രിട്ടാസിനെ നമുക്കൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ചിന്തിക്കാൻ പറ്റുകയില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളൊക്കെ ചുവന്ന ഹാരം അങ്ങോട്ടണിയുക, ഒരു ചുവന്ന ഹാരം ഇങ്ങോട്ടണിയുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ കല്യാണം നടത്തിട്ടെ എന്ന് അണികളോട് പറയുകയും എൻ്റെ മകളുടെ വിവാഹം ഞാൻ ഇത്ര ആർഭാടത്തോടെ നടത്തുമെന്ന് ഒരു രാജ്യസഭ MP, അതും CPM-ൻ്റെ MP ആയിരിക്കുമ്പോൾ അത് ചെയ്യുന്നത് വലിയ തെറ്റാണ്, വലിയ അപരാധമാണ്. അത് പാർട്ടിയോട് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. പാർട്ടി പ്രവർത്തകരോട് ഇത്രയും നാൾ വേർപ്പൊഴുക്കിയ ആൾക്കാരോട് ചെയ്യുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അത്. വീണ ജോർജിൻ്റെ കാര്യത്തിൽ എന്ന പോലെയല്ല. പക്ഷേ ഇത് ഞാൻ പറയുന്നത് ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം ആ ഒരു പാർട്ടിയുടെ വിയർപ്പ് മുതലാക്കിയാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതൊന്നും ഒരു പാർട്ടിക്കാർ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദ പാലിക്കാമായിരുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. മതപരമായിട്ട് അദ്ദേഹത്തിന്റെ മോഡൽ കല്യാണം നടത്തി മതപരമായിട്ട് തന്നെയായിരുന്നു. അതായത് കത്തോലിക്ക പള്ളി തന്നെയാണ് വിവാഹം നടത്തിയത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കമ്മ്യൂണിസ്റ്റ്. CPM ഒക്കെ ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ഒരു സാധാരണക്കാരന് സമീപിക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിയാണെന്നോ ഒന്നും ബ്രിട്ടാസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യസഭയിൽ നിന്ന് മാറി നമ്മൾ ഇവിടെ പാർലമെന്റിൽ നിന്ന് ഒരു ജനപ്രതിനിധിയായിട്ട് ഒരു സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ചൊരു ജനപ്രതിനിധിയാവുകയാണെങ്കിൽ അതിനെ അംഗീകരിക്കുമോ? തീർച്ചയായിട്ടും അല്ല, അതും പറയല്ലോ. ഇപ്പം പാർട്ടി സംവിധാനത്തിൽ ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും ആ പാർട്ടി ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അവരെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ് പ്രവർത്തകരുടെ കടമ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വിജയിക്കാൻ പലാഴികയില്ല. പക്ഷെ ജനങ്ങളോട് ഒരാൾ ഒരു സാധാരണക്കാരെ സമീപിക്കുമ്പോൾ അവനോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നും കൂടെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത് തടിത്തട്ടി പ്രവർത്തിച്ചവർക്ക് അവരോട് ജനകീയമായി ഇടപെടാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളില്ല. എത്രയോ സിമ്പിളായി ഇപ്പം ഇടതുപക്ഷത്തിൽ തന്നെ എനിക്കറിയാം, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ C. രവീന്ദ്ര മാഷൊക്കെ വളരെ ലാളിത്യത്തിൻ്റെ ഉടമകളാണ്. അവരെ ഒന്നും വെച്ച് ബ്രിട്ടാസിനെ ഒന്നും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ബ്രിട്ടാസൊക്കെ ഭാഗ്യം കൊണ്ട് പിണറായി വിജയൻ എന്നുള്ള ശക്തനായ ഒരു നേതാവുള്ളതുകൊണ്ട് ഒരു MP ആക്കാൻ സാധിച്ചു. അത് പലരുടെ അവസരങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അവസരം. ഇത്രയും നാളും പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകർ നോക്കി നിൽക്കുമ്പോൾ ആണ് ഈ ചുവന്ന പരവതാനി വിരിച്ച് ഇദ്ദേഹം കടന്നു വരുന്നത്. അത് ഏതായാലും പാർട്ടി പ്രവർത്തകരൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത്? പിന്നെ അച്ചടക്കം എന്ന് പറയുന്നത് എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുക എന്നുള്ളതാണെങ്കിൽ നല്ല അച്ചടക്കമുള്ള പാർട്ടി തന്നെയാണ് CPM. ബ്രിട്ടാസിന് രാജ്യസഭ MP സ്ഥാനത്തിന് അർഹതയുണ്ടെങ്കിൽ അതിലും അർഹതയുണ്ട് മമ്മൂട്ടിക്ക്, സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക്. കാരണം അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആകുന്നതിനൊക്കെ മുമ്പ് തന്നെ മഹാരാജാസ് കോളേജിലൊക്കെ SFI പ്രവർത്തനമൊക്കെ നടത്തി തന്നെ വളർന്നു വന്ന ആളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ബ്രിട്ടാസിനെക്കാട്ടിലൊക്കെ അങ്ങനെ നോക്കുമ്പോൾ ചാൻസ് മമ്മൂട്ടിക്കാണ്. മമ്മൂട്ടിയും എത്രയോ കാര്യങ്ങൾ ഇതുപോലെ എത്രയോ ചാറ്റ് ചെയ്യുന്നുണ്ട് ആരും അറിയാതെ. അപ്പം അത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്ന് ബ്രിട്ടാസ് മാറാനല്ല, അദ്ദേഹം ഒന്നും ജനപ്രതിയാകാൻ പറ്റുന്ന ആളല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയുമായാലും ഇവർക്കൊക്കെ തിരുത്താവുന്നതേ ഉള്ളൂ. വീണ ജോർജിന് തിരുത്താവുന്നതേ ഉള്ളൂ. ഇത്രയധികം ആർഭാടം വേണ്ട, പോലീസ് വേണ്ട. ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ സഞ്ചരിക്കാറുണ്ട്. വിവാദങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ വിവാദമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാത്തത് കൊണ്ട്. കാരണം അദ്ദേഹത്തിന് ഇന്ന് വരെ അദ്ദേഹത്തിനോടൊപ്പം ഒരു പോലീസ് വണ്ടി പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ച് സ്കൂട്ടറിലാണ്
സാധാരണ മീറ്റിങ്ങുകൾക്കൊക്കെ പുള്ളി പങ്കെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എളിമ സംരക്ഷിക്കുന്ന ആൾക്കാരോട് ഉള്ളപ്പം അവരുമായിട്ട് പിന്നെ വീണ ജോർജിനെ താരതമ്യപ്പെടുത്തത്തില്ലേ? എന്നും രാവിലെ 5 മണി തൊട്ട് ഒരാൾ ജനപ്രതിനിധിയായിട്ട് ആൾക്കാരെ കാണാനായിട്ട് വീട്ടിലുണ്ടാകും. എത്ര മന്ത്രിസഭാ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ പുള്ളി പറന്ന് വീട്ടിലെത്തി 5 മണി തൊട്ട് 9 മണി 10 മണി വരെ വരുന്ന ആൾക്കാരോടെല്ലാം സംസാരിച്ച് അവരുടെ എല്ലാം പ്രശ്നങ്ങൾ അന്നേരം തന്നെ പരിഹരിക്കുന്ന ഒരു മന്ത്രി ഇപ്പുറത്തുള്ളപ്പോൾ തൊട്ടടുത്ത ജില്ലയായ തൊട്ടടുത്ത മണ്ഡലമായ പത്തനംതിട്ടയിലുള്ള ഒരു മന്ത്രിയെ ജനങ്ങൾ ഒരേ കണ്ണുകൊണ്ട് കാണുമ്പോൾ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് ഫീൽ ചെയ്യും എന്നുള്ളത് വീണ ജോർജ് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ട്. അതിന് ബ്രിട്ടാസിൻ്റെയും നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വീണ ജോർജിനെയും ഈവൻ നമുക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ആളുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചില്ല എന്നെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചോ എന്നുള്ളതല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അവർക്ക് ധാരാളം ചാരിറ്റിയൊക്കെ ചെയ്ത് പുള്ളിയുടെ ശമ്പളത്തിൻ്റെ നല്ലൊരു വീതം ചാരിറ്റി കൊടുക്കുന്ന, പുള്ളിയുടെ മകളുടെ കല്യാണം നടന്നപ്പോഴും നല്ലൊരു വീതം ചാരിറ്റിക്ക് വേണ്ടി കൊടുത്ത് കുറേ ആൾക്കാരുടെ കല്യാണത്തിന് വേണ്ടിയൊക്കെ സംഭാവന ചെയ്തിട്ടുള്ള ആ ആളിനെ കുറിച്ച് സാധാരണ അട്ടപ്പാടിയിലോ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ധാരാളം സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചൊക്കെ അങ്ങനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിൽക്കാതിരിക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, രാഷ്ട്രീയത്തിൽ നിൽക്കരുതെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം രാഷ്ട്രീയത്തിൽ ആർക്കും നിൽക്കാം. രാഷ്ട്രീയമില്ല, നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ രാഷ്ട്രീയം ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം അവസ്ഥയെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ സുരേഷ് ഗോപി ശരിക്കും പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട് വ്യക്തിപരമായി. അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ സ്ഥലത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരുപാട്. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ. അപ്പം അവർക്ക് ആ ഒരു സ്ഥാനത്തിന് അന്ന് വലിയൊരു മഹനീയമായ സ്ഥാനം കേരളീയ ജനത കൽപ്പിച്ചിരുന്നു. അങ്ങനെയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി കിട്ടിയത്. പക്ഷെ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വന്നിട്ട് എപ്പോഴും ഒരു ആക്ടിങ് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരു സിനിമാ നടൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ഒരിക്കലും മാറാൻ സാധിച്ചിട്ടില്ല. അപ്പം ജനപ്രതിനിധിയായിട്ട് ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്നാണ് നമ്മൾ. അതെ, ശരിയാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തിയായി ചാരിറ്റി ചെയ്ത് ഉണ്ടായിരുന്ന വ്യക്തി അല്ല സ്ഥാനാർത്ഥിയായപ്പോൾ ഉള്ളത്. ആ സ്ഥാനാർത്ഥിയായപ്പോൾ ഉള്ള വ്യക്തി അല്ല MP ആയപ്പോൾ ഉള്ളത്. MP ആയപ്പോൾ ഉള്ള വ്യക്തിയല്ല മന്ത്രി ആയപ്പോൾ ഉള്ളത്. രാഷ്ട്രീയം ഇച്ചിരി കൂടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് പിന്നാലെ നടന്ന് കണ്ടുപിടിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുന്നൊരു കുറേ ആൾക്കാർ കൂടെ ഉണ്ട്. തൻ്റെ കണ്ണ് താൻ നടക്കുന്നത്, തൻ്റെ ആൾക്കാരോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഒരു കൊടയുടെ കാര്യത്തിൽ കൊട നൂർക്കാൻ അല്പം താമസിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൊട തട്ടി പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇതൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതാരാണ് കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഈ വീഡിയോസ് എടുത്ത് ആരോ കൊടുക്കുന്നതാണല്ലോ. ഇത്ര കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അതൊക്കെ തിരുത്താനുള്ള സമയം ഇനിയുമുണ്ട്. അത് തിരുത്തിയാൽ നല്ലതാണ്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത്? മാധ്യമപ്രവർത്തകർക്ക് ഈ മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പ്രസിഡൻ്റായാലും അവർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള ഉത്തരവാദിത്വമുണ്ട്. അത് ചോദിക്കുന്നു. അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത ജനാധിപത്യ രാജ്യത്ത് അദ്ദേഹത്തിനുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടാണ്. സിനിമയിൽ കാണുന്ന ജനങ്ങളല്ല നേരിട്ട് നമ്മൾ കാണുന്ന ജനങ്ങൾ. പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. തിരുത്തണം എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും അദ്ദേഹത്തിൻ്റെ രീതികളും തിരുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം വിട്ട് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് സോപ്പിടുന്ന കണ്ടു ജനങ്ങളെ. ഇപ്പം ഒരു ഗർഭിണിയായ സ്ത്രീ വന്നപ്പോൾ അവരെ വയറ്റിൽ പിടിച്ച് അനുഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സോപ്പ് രാഷ്ട്രീയം ഒക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു MP ആയി കഴിയുമ്പോൾ, ഒരു ജനപ്രതി ആയി കഴിയുമ്പോഴത്തേക്കിന് ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. സാധാരണക്കാർക്ക് എത്രമാത്രം വലിയ വലിപ്പമോ അവർ വലിയ വിദ്യാഭ്യാസമോ ഉള്ളവരോ അല്ലെങ്കിൽ വലിയ കുടുംബത്തിലോ ഒന്നും ജനിച്ചവരായിരിക്കില്ല. അവർക്ക് സുരേഷ് ഗോപി ചിന്തിക്കുന്ന ആ തലത്തിലേക്ക് ചിലപ്പോൾ വരാൻ പറ്റിയെന്ന് സാധിക്കില്ല. അപ്പോൾ ആ തലത്തിൽ നിന്നുകൊണ്ട് അവരെ അംഗീകരിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കണം. സുരേഷ് ഗോപി ഇപ്പോഴും ആ ഭരത്ചന്ദ്രൻ IPS ഒക്കെ ആയിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത് ജനങ്ങളോട്. ഇപ്പം മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴത്തേക്കിന് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഇന്നയാളാണ്, അദ്ദേഹത്തെ പോയി അദ്ദേഹത്തിൻ്റെ ഈ നിവേദനം കൊടുക്കൂ, ആ നിവേദനം അയാളിൻ്റെ തന്നോളൂ എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നതായിട്ട് ചില മാധ്യമങ്ങളിൽ കണ്ടു. സാധാരണക്കാരന് എത്രമാത്രം അറിയാം ഇപ്പോൾ ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആരാണെന്നൊക്കെ. സുരേഷ് ഗോപിയുടെ അടുത്ത് വരുന്നത് അങ്ങനെയല്ല, ഒരു കാരുണ്യത്തിന് വേണ്ടിയാണ്. ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു നല്ല ഒരു സ്നേഹത്തോടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പെരുമാറ്റം, ഇതാണ് ജനം ആഗ്രഹിക്കുന്നത്. അത്രയും മാത്രം മതി അവർക്ക് സന്തോഷമാകാനായിട്ട്. കാരണം ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പല സ്വഭാവക്കാരും പല തട്ടിലുള്ളവരും ഒക്കെയാണ്. അവരൊക്കെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു രാഷ്ട്രീയ നേതാവും നല്ലൊരു ജനപ്രതിനിധിയാകാനും പറ്റുള്ളൂ.
അതാണ് പറഞ്ഞത്. സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം പറ്റുന്ന ഒരു അല്ല എന്ന് പറയുന്നത്. പറഞ്ഞ ഭാഗ്യം കൊണ്ട് ഇപ്പം സുരേഷ് ഗോപി രാജ്യസഭ MP ആയി. അത് കഴിഞ്ഞ് തൃശ്ശൂർ ലോക്സഭയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടി, കേന്ദ്രമന്ത്രിയാകാൻ പറ്റി. അതൊക്കെ സുരേഷ് ഗോപിയുടെ ഭാഗ്യം. സുരേഷ് ഗോപി 5 വർഷത്തെ അവിടുത്തെ ആദ്യത്തെ തവണ അത് പരാജയപ്പെടുകയും രണ്ടാമത്തെ തവണ അദ്ദേഹം അവിടെ നിന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്ത് ജനങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റി. ജാതി മതഭേദം ഇല്ലാതെ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. പക്ഷേ അത് എന്നും അത് നിലനിർത്തി കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട് എന്നത് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. സുരേഷ് ഗോപി ഇന്നോ ഇന്നലെ അല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുന്നത്. കരുണാകരന്റെ കാലത്ത് കൊല്ലത്തിൽ ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പ്രകടിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി. അതായത് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു കൊല്ലം സീറ്റ് സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ ആളായിട്ട്. അതൊന്നും കിട്ടാതെ വന്നപ്പോഴാണ് അദ്ദേഹം BJP-യിലേക്ക് ചെല്ലുന്നതും മോദിയെ കാണുന്നതും പിന്നീട് BJP-യുടെ ഭാഗമായിട്ട് വരുന്നതും ഒക്കെ. ചെറുപ്പകാലത്ത് എനിക്കറിയാവുന്ന സുരേഷ് ഗോപി ആണെങ്കിൽ SFI-കാരനാണെന്നാണ് ഞാൻ അറിയുന്നത്. പിന്നീട് എന്തൊക്കെയോ പാർട്ടിയോടുള്ള സ്വാഭാവികമായ ഇഷ്ടക്കേട് കൊണ്ട് അദ്ദേഹം പിന്നീട് കരുണാകരനുമായിട്ട് യോജിക്കുകയും കരുണാകരൻ്റെ ആളായിട്ട് മാറുകയായിരുന്നു കോൺഗ്രസ്സിൽ. പിന്നീട് അദ്ദേഹം BJP-യിലേക്ക് എത്തി. എന്തായാലും ഭാഗ്യമെന്ന് പറയാം. സുരേഷ് ഗോപി ഭാഗ്യമുള്ള ആളാണ്. ഇപ്പം കേന്ദ്ര സഹമന്ത്രി വരെ ആയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും കുറച്ച് മാറ്റം വരുത്തിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ഇപ്പം ഇനിയിപ്പോൾ അടുത്തത് പറയാനുള്ളത് ശശി തരൂരാണ്. ശശി തരൂരിനെ സംബന്ധിച്ചോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അവഗണിച്ചൊരു വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസ്സിന് നേതാവില്ലാതെ ഉള്ളുന്നൊരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് ശക്തനായ നേതാവ് ഉണ്ടാകണമായിരുന്നു. മോദിയെപ്പോലെ ഒരാളുമായിട്ട് കടപിടിക്കാനായിട്ട് ശക്തനായ ഒരു നേതാവ് ആവശ്യമായിരുന്നു. അതിന് 84 വയസ്സുള്ള ഒരാളിനെ ആയിരുന്നില്ല അവിടെ അവരോധിക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് ഒന്നും നടക്കാതെ ഒരു അവഗണന ഏറ്റുവാങ്ങി അവിടുന്ന് പരാജയപ്പെടുന്ന ഒരു ശശിതരൂരിനെ കണ്ടത്. അപ്പം അങ്ങനെ ശശി തരൂരിന് രാഷ്ട്രീയം പറ്റില്ല, രാഷ്ട്രീയം നിങ്ങൾക്ക് പറ്റിയതല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല, അദ്ദേഹം വിശ്വപൗരൻ എന്നുള്ള ലെവലിൽ പ്രശസ്തി ആർജിച്ചതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരിഗണന കൊടുത്തതും അന്നൊക്കെ കോൺഗ്രസിന്റെ ഷുഗർ സീറ്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ലോക്സഭ സീറ്റ് നൽകിയതും ഒക്കെ. പക്ഷെ അദ്ദേഹം താഴ്ത്തട്ടിലുള്ള ജനങ്ങളുമായിട്ട് എത്രമാത്രം മിങ്കിൾ ചെയ്യുന്നതാണ് നമ്മളിവിടെ വിലയിരുത്തുന്നത്. ഇപ്പം കോൺഗ്രസ് അവഗണിച്ചുകൊണ്ട് ശശി തരൂരിനെ വേഗത്തിൽ ആർക്കെങ്കിലും അവഗണിക്കാൻ പറ്റുമോ? താഴ്ത്തട്ടിലേക്ക് ഇപ്പം അദ്ദേഹം ഇവിടെ കേരളത്തിൽ സജീവമാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്നതാണ്. അദ്ദേഹം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോയി കാണുന്നു, പാണക്കാട് തങ്ങളെ പോയി കാണുന്നു, NSS പോയി കാണുന്നു, പിന്നെ SNDP ബന്ധപ്പെടുന്നു, മേജർ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നു, കത്തോലിക്ക സഭയെ. പക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പ്രവർത്തനം അദ്ദേഹത്തെ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു പദയാത്രയാണെങ്കിലോ അല്ലെങ്കിൽ ജനകീയമായ ഇപ്പം മമതാ ബാനർജിയൊക്കെ പശ്ചിമ ബംഗാളിൽ എന്താ ചെയ്തത്? അവർ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ വരെ വന്നതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് തെറ്റിയാണ് അവർ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നത്. അവർ പിന്നെ ചെയ്തത് എന്താ? അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്താകമാനം അവർ പ്രചാരണം നടത്തി. അങ്ങനെയാണ് അവർ കത്തിക്കേറിയത്. തരൂരിന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തരൂർ കുറേ വലിയ ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഇപ്പോഴും അദ്ദേഹം ബന്ധപ്പെടുന്നത് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ്. ഇപ്പം ഹൈടെക് രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ താഴ്ത്തട്ടിലേക്ക് എത്താനായിട്ടൊന്നും പറ്റുന്നില്ല. ഇപ്പം മീഡിയ വളരെ മധ്യവർഗക്കാർക്കും ഉന്നത വർഗ്ഗക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിരിക്കും. പക്ഷെ നമ്മളെ വലുതാക്കുന്നത് എപ്പോഴും താഴ്ത്തട്ടിലുള്ളവരാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ ഇവിടെ ഒരു അടിത്തറ പാകിയിരിക്കുന്നത്. ഒരു ജനകീയമായ നേതാക്കന്മാരെന്നുള്ള രീതിയിൽ അവർ പ്രശസ്തി ആർജിച്ചിരിക്കുന്നത്. ഇതൊന്നും തരൂരിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. തരൂരിന് ആ പ്രഭാവം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുമ്പോൾ തരൂരിനെ പോലുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റായിട്ട് ഇവിടെ വന്നപ്പോൾ തന്നെ തരൂരിന്റെ ഈ പ്രഭാവം നഷ്ടപ്പെടാനും കാരണം അതുകൊണ്ട് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ രാവിലെ 9 മണി തൊട്ട് ഓഫീസിലുണ്ടാവുകയും സാധാരണ ജനങ്ങൾക്കെല്ലാം കേൾക്കാനുള്ള ആവശ്യങ്ങൾ ഒക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ആ രീതിയിൽ തിരുവനന്തപുരത്ത് തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എല്ലാ വിധത്തിലും അത് പുള്ളിയുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തി വരുന്നു എന്നുള്ളത് ശശി തരൂർ കാണേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷേ ശശി തരൂർ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് തന്നെ മലയാളം പഠിച്ചു. മലയാളം ശരിയായിട്ടും വരുമ്പോൾ അറിയത്തില്ലായിരുന്നു ശശി തരൂർ പെട്ടെന്ന് മലയാളം പഠിച്ചെത്തി. അങ്ങനെയൊക്കെ ഉള്ള ചില ഗുണങ്ങളുമുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട്. അവർക്ക് അവരുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരുടെ കണ്ണീരൊപ്പുന്ന ഒരാളിനെ ആയിരിക്കും അവർ എപ്പോഴും അവരുടെ നേതാവായി കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ശശി തരൂരിന് അത് കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. എത്ര ടേമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ MP ആണ് അദ്ദേഹം. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൽ ഒരു റെയിൽവേക്ക് ഒരു മേൽപ്പാലം പോലും പണിയാൻ കഴിയാത്ത വിധത്തിൽ ഒരു MP ഈ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് ഉള്ളത് കാണണമെങ്കിൽ തിരുവനന്തപുരം പോയി കാണണം. യാതൊരു വിധത്തിലുള്ള കുറച്ച് ഹൈമാസ് ലൈറ്റുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറൊന്നും
കേന്ദ്രത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാനില്ല. എന്നാലും ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസ് മീഡിയ വലയത്തിൽ അങ്ങനെ നിന്ന് പെട്ടെന്ന് വോട്ട് ചെയ്ത് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനൊക്കെ വളരെ പിന്നോക്കം അടിച്ചതിൽ ഇത്രയും ഈ ശശി തരൂരിൻ്റെ പങ്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജനകീയനാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സോണി പറഞ്ഞു. വിശ്വപൗരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പറ്റി കാണുന്ന കാഴ്ചപ്പാട് മറ്റൊന്നാണ്. കാരണം അദ്ദേഹം എന്തൊക്കെയോ വലിയൊരു അത്ഭുതങ്ങൾ ഇവിടെ നടത്തും എന്നുള്ളതാണ് സാധാരണക്കാരൻ വീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പൊ ശശി തരൂർ MP ആയിട്ട് ഇപ്പൊ ഇത്രയും കാലഘട്ടമായി, ഈ കാലഘട്ടത്തിനുള്ളിൽ കണ്ടോ മറ്റുള്ള ഡിസ്ട്രിക്റ്റിനെ അപേക്ഷിച്ച് അപ്പം ശശി തരൂരിന്റെ അതേ പതിപ്പാണ് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി ഇനി BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരുന്നാൽ തരൂരിന്റെ മോഡൽ പ്രവർത്തിച്ചാൽ ഇവിടെ വിജയിക്കുകയല്ലെന്ന് മനസ്സിലായി. അപ്പം അതിൽ ഒരു മാറ്റം വരുത്താൻ രാജീവ് ചന്ദ്രശേഖർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് വിജയത്തിലെത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ചർച്ചകളിൽ വന്നത് ഞങ്ങളുടെ ഒരു ജനകീയ ഒരു അഭിപ്രായമാണ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അത് വിമർശനങ്ങളായാലും ആക്ഷേപങ്ങളായാലും അനുകൂലിച്ചുള്ളതായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അതനുസരിച്ചായിരിക്കും ഞങ്ങൾ മുന്നോട്ടുള്ള കാൽവെപ്പുകൾ നടത്തുന്നത്. ഇതിനകത്ത് ഞങ്ങൾക്കൊരു പൊളിറ്റിക്കൽ ചിന്താഗതികൾ ഇല്ല. അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വളർത്താമെന്നോ അങ്ങനെയൊന്നും ഉള്ള ചിന്തകൾ ഞങ്ങൾക്കില്ല. ഇപ്പം ഈ പറയുന്ന നേതാക്കൾ കൂടാതെ കുറച്ച് നേതാക്കൾ കൂടിയുണ്ട്. ഏതായാലും അത് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും പറയുന്നതായിരിക്കും. ഏതായാലും ഇതുവരെ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രേക്ഷകർക്കെല്ലാം ഞങ്ങളെ വീക്ഷിക്കുന്ന, ഞങ്ങൾക്കെന്നും ഫോൺ ചെയ്യുന്ന, ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സഹായം, ഇതുപോലുള്ള സഹകരണങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.